Hello guys, welcome back to my channel. Do not skip the video and please subscribe my channel. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഭയങ്കര ലെങ്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ലെങ്ത് കുറച്ചിട്ടൊരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും നിങ്ങൾക്ക് മോർ കൺവീനിയൻസ് കാണാനായിട്ട്. ഇത് കണ്ടാലും മതിയാവും. മറ്റേതിൽ എനിക്ക് തോന്നുന്നു ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഇതിലും പറഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ. ഓക്കെ, ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എങ്ങനെ പ്രസൻറ്റേഷൻ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലെങ്തി ആയതുകൊണ്ട് ഇത് കുറച്ച് നിമിഷം കൊണ്ട് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. കുറച്ച് മിനിറ്റേ ഉള്ളൂ. ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓഫീസാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓഫീസ് എടുത്തിട്ട് അതിൽ നിന്ന് ലിബ്രെ ഓഫീസ് ഇംപ്രസ് എടുക്കണം. ലിബ്രെ ഓഫീസ് ബേസ്, കാൽക്ക്, അതിൻ്റെ താഴെ ഡ്രോ, അതിന് ഇംപ്രസ് ഉണ്ട്, അത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഇനി നമുക്ക് കുറച്ച് സ്ലൈഡ്സ് ഉണ്ട്. നമുക്കിതിപ്പോൾ എന്ത് വേണോ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. നമുക്കിത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് എൻ്റെ താഴെ മലയാളം എന്ന് എഴുതിയിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ മലയാളത്തിൽ വരും. നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ മതി എന്നുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ആ MIയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നിന്നും ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് വരുന്നു. ഓക്കെ, ഇനി ഇതിൽ ലേ ഔട്ട് ഉണ്ട്. ലേ ഔട്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ലേ ഔട്ട് എന്ന് വെച്ചാൽ ഇതാണ്ട് ഈ സാധാരണ സംഭവത്തിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും, അല്ലേ? അല്ലെങ്കിൽ ഇവിടെയും ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ എടുക്കുന്ന ലേ ഔട്ട് ദാ ഇവിടെ ആരോ നിങ്ങൾക്ക് കാണാം. ഈ ആരോ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇതൊക്കെ കാണാം. അതൊക്കെ ഞാൻ ഇവിടുത്തെ ആരോയിലാണ് എൻ്റെ ലേ ഔട്ട് കിടക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സ്ലൈഡ് ലേ ഔട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇത് കിട്ടുമ്പോൾ ഞാനിപ്പോൾ ഇത്രയും ബോക്സുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, എനിക്കിവിടെ ടൈപ്പ് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്യാം, ഇവിടെയും ടൈപ്പ് ചെയ്യാം. ഇതാണ് ലേ ഔട്ട്. ഇപ്പം നമ്മുടെ പ്രസൻറ്റേഷൻ നമ്മൾ എടുക്കുന്ന ലേ ഔട്ട് നോർമൽ ലേ ഔട്ട് തന്നെയാണ് എടുക്കുന്നത്. ഈ ലേ ഔട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സ്ലൈഡ് അതിന് വേണ്ടി സ്ലൈഡ് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തോളൂ. സ്ലൈഡ് ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഈ ഇങ്ങറ്റം ലാസ്റ്റുള്ള ആരോയിലേക്ക് കൊണ്ടുവരിക. നമ്മളിപ്പോൾ കാണിച്ചു തന്ന ആരോ അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഗ്രീൻ കളർ കാണുന്ന പോർഷൻ, അതാണ് ലേ ഔട്ട്. അത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിൽ രണ്ടാമത്തെ മൂന്നാമത്തെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലേ ഔട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലേ ഔട്ട് മാറ്റി. നേരത്തെ ഇതിൽ ടൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ലേ ഔട്ട് മാറില്ലായിരുന്നു. ഞാൻ ടൈപ്പ് ചെയ്തെല്ലാം റേസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ലേ ഔട്ട് ചെയ്തപ്പോൾ നമുക്ക് പഴയത് കണക്ക് കിട്ടി. ഇനി ചിലരുടെ ഇതിൽ ഈ സൈഡിൽ കിടക്കുന്ന ഈ വയലറ്റ് പോലത്തെ കളേഴ്സൊക്കെ ഉള്ള ഈ ആപ്ലിക്കേഷൻസ് ഒന്നും കാണത്തില്ല. അതില്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എടുക്കാമെന്ന് നോക്കാം. ചിലരുടെ ഇങ്ങനെ കാണും. ഇങ്ങനെ വന്ന് നമ്മൾ എടുക്കേണ്ടത് വ്യൂ ക്ലിക്ക് ചെയ്യണം. മുകളിൽ വ്യൂ ഉണ്ട്. വ്യൂ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് താഴെ ആയിട്ട് നമുക്ക് സ്ലൈഡ് ട്രാൻസിഷൻ എന്ന ഏറ്റവും താഴെ എഴുതിയിരിക്കുന്നത് കാണാം. ആ ടിക്കിനൊക്കെ താഴെ അത് തന്നെ സ്ലൈഡ് ട്രാൻസിഷൻ. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് വരും. ഇത് നമുക്ക് ഒരിടത്ത് ഫിക്സ് ചെയ്യണമെങ്കിൽ ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ തന്നെ കാണുന്ന സെറ്റിങ്സ്. എന്നിട്ട് ഡോക്ക് എന്ന് DOCK എന്ന് എഴുതിയിട്ടുണ്ട് നാവിഗേറ്ററിൻ്റെ താഴെ, അത് തന്നെ അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊരു ഫിക്സഡ് പ്ലേസിൽ വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന നോർമൽ, ഔട്ട്ലൈൻ, നോട്ട്സ്, സ്ലൈഡ് സോർട്ടർ ഇതൊന്നും വേണ്ടെങ്കിൽ വ്യൂ എടുക്കുക. അതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വ്യൂ ടാബ് ആർന്ന് ടിക്ക് കൊടുത്തിട്ടുള്ള മൂന്നാമത്തെ ടിക്ക് കണ്ടോ, അത് ചെയ്താൽ മതി. ഇതില്ലാതെ വരും, പക്ഷെ നമുക്ക് ചെയ്യണമെങ്കിൽ അത് വേണം. അതിനു വേണ്ടി നമ്മൾ വ്യൂ എടുക്കുന്നു. വ്യൂ ടാബ് ബാർ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആ സംഭവം കിട്ടി. ഇനി നമുക്ക് പുതിയ സ്ലൈഡ് എടുക്കാൻ 2 വഴികളുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് സ്ലൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ന്യൂ സ്ലൈഡ് കൊടുക്കാം. ഇപ്പോൾ ഒരു സ്ലൈഡ് കൂടി ഇവിടെ വന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലൈഡ്സ്, കുഞ്ഞു സ്ലൈഡ്സ് ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ സ്ലൈഡിനും തൊട്ട് താഴെയായിട്ട് മൗസ് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് നമ്മൾ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യണം. റൈറ്റ്
ക്ലിക്ക് കൊടുത്ത് ന്യൂ സ്ലൈഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു സ്ലൈഡ് വരും. നമുക്ക് മേളിൽ കാണുന്ന സ്ലൈഡിനെയും കാട്ടി ഈസി ഈ മെത്തേഡാണ്. അതുകൊണ്ട് മൗസിലെ റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എത്ര സ്ലൈഡ് വേണോ അത്രയും സ്ലൈഡ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു 4 സ്ലൈഡ്സ് വീതം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് അടുത്തൊക്കെ ടെക്സ്റ്റൊക്കെ ചെയ്യാം. ഡിലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വേണ്ടാത്ത സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്. ഇതിൽ നിന്നും ഡിലീറ്റ് സ്ലൈഡ് എന്ന ഓപ്ഷൻ, ഡിലീറ്റ് സ്ലൈഡ് ഏറ്റവും കുറച്ചുകൂടി മുകളിലായിട്ട് അത് തന്നെ, അത് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, മൗസിൻ്റെ റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് സ്ലൈഡ് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള അത്രയും സ്ലൈഡ് വെച്ചാൽ മതിയാവും. ഇവിടെ ടൈപ്പ് ചെയ്യാൻ ആദ്യം ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ക്യാപ്സ് ലോക്ക് ആയിട്ട് ചെയ്യണം, മീൻസ് ക്യാപിറ്റലിൽ ചെയ്യണമെങ്കിൽ ക്യാപ്സ് ലോക്ക്, കീബോർഡിൽ ക്യാപ്സ് ലോക്ക് കൊടുത്തിട്ട് ചെയ്താൽ മതിയാവും. ഇവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ലോക്ക് എന്ന് പറഞ്ഞാൽ ക്യാപ്സ് ലോക്ക് വർക്കായാൽ അറിയാൻ പറ്റുന്നതാണ്. അത് വീണ്ടും നമുക്ക് ക്യാപ്സ് ലോക്ക് മാറ്റിയാൽ സ്മോൾ ലെറ്റർ വരും, ലൈറ്റ് ആണെങ്കിൽ. ഓക്കെ, ഇതിന് അണ്ടർലൈനൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതണക്ക് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഫോർമാറ്റിൽ കൊണ്ടുപോകുന്നു, ഏറ്റവും മുകളിലത്തെ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ടെക്സ്റ്റ് കൊടുക്കുന്നു. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് സൈഡിൽ പോയിട്ട് ടെക്സ്റ്റ് മുകളിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തെറ്റിയൊക്കെ എനിക്കും പോയിട്ട് കുറേ പ്രാവശ്യം പോകുന്നുണ്ട്. അത് നമ്മൾ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് മൗസിൻ്റെ പോയിന്റ് ഒന്ന് മൂവ് ചെയ്താൽ മതിയാവും. ഓക്കെ, ബോൾഡ് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഇത് ബോൾഡ് ആയിട്ടുണ്ട്. ഇനി ഒന്നേന്ന് വീണ്ടും ഫോർമാറ്റിൽ പോകുന്നു, ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇറ്റാലിക് ആക്കാം. ഇറ്റാലിക് മീൻസ് ചരിഞ്ഞ് എഴുത്താണത്. ഓക്കെ, ചരിഞ്ഞ് വരും. ഇറ്റാലിക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഇറ്റാലിക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇറ്റാലിക് കൊടുത്തപ്പോൾ ചരിഞ്ഞു. ഇനി വേണമെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാം, ഒരു ഹെഡിങ് ആയതുകൊണ്ട് വേണമെങ്കിൽ കൊടുക്കാം. എങ്കിൽ നമ്മൾ ഫോർമാറ്റ് എടുത്ത് ടെക്സ്റ്റ് കൊടുത്ത് അണ്ടർലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതിയാവും. അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലിക്ക് ചെയ്ത് സാധാരണ എവിടെയെങ്കിലും ഒരു ക്ലിക്ക് കൊടുക്കുക, സെലക്ട് ആയി കിടക്കുന്ന പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഭയങ്കര സ്റ്റൈലായിട്ടാണ് ഈ ഹെഡിങ് എഴുതേണ്ടിയിരുന്നത് എങ്കിൽ നമ്മൾ നമ്മൾ ഫോണ്ട് എടുക്കും. ഇതിന് വേണ്ടിയിട്ട് ആ സർക്കിളിൻ്റെ തൊട്ട് സൈഡിൽ കിടക്കുന്ന ആരോസ് ക്ലിക്ക് ചെയ്യുന്നു. എൻ്റെ എക്സ്ട്രാ ടൂൾസ് അവിടെയാണ്. ഇതിൽ എയിൻ്റെ തൊട്ട് മുകളിൽ റൈറ്റ് സൈഡിൽ ഫോണ്ട് വർക്ക് ഉണ്ട്, ഫോണ്ട് വർക്ക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട സ്റ്റൈൽ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. ഇത് സ്ക്രോൾ ചെയ്താൽ താഴോട്ട് ഇനിയും ഉണ്ട്, കണ്ടോ, ഇത്രത്തോളം ഉണ്ട്. നമുക്ക് സർക്കിളായിട്ടൊക്കെ ഹെഡിങ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ കാണുന്നത് സെലക്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നു. ഇപ്പം നമുക്കിങ്ങനെ കിട്ടും. ഇതിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കീബോർഡിൽ അതിന് ഏതെങ്കിലും ഒരു ലെറ്റർ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളത് ബാക്ക് സ്പേസ് കൊടുത്ത് മായ്ക്കുന്നു, കാരണം ഫോണ്ട് എന്നാണ് കിടക്കുന്നത്. ഇനി ഞാനിതിപ്പോൾ എഴുതുന്ന കാണാൻ വേണ്ടിയിട്ട് ഈ സംഭവത്തിനെ പിടിച്ച് നീക്കി മാറ്റി ഇങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ സാധാരണ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ കീബോർഡിൽ ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ ഒരു കേഴ്സർ ഉണ്ട്, കണ്ടോ. നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോണ ഈ ഹെഡിങ് ആണ് മൈസെൽഫ് എന്ന്. ഇത് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കാണാം മൈസെൽഫ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫോണ്ട് വർക്കിനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മൗസ് യൂസ് ചെയ്ത്. കണ്ടോ മൈസെൽഫ് എന്നൊന്നു. ഇനി നമുക്കിതിനെ നീക്കി കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന മൈസെൽഫ് ഇറേസ് ചെയ്ത് ബാക്ക് സ്പേസ് യൂസ് ചെയ്ത് കളയണം. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ബാക്ക് സ്പേസ് യൂസ് ചെയ്ത് മായ്ച്ചോളൂ. ഓക്കെ, ഒരു ക്യൂ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്ക് സ്പേസ് ചെയ്തു. ഇവിടെ എന്തോ ഒരു ലെറ്റർ ഉണ്ട്, അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിലീറ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഈ മൈസെൽഫിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ പച്ച കളർ പോലത്തെ സാധനമുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ അപ്പോൾ നമ്മുടെ ഹെഡിങ് ആയി. ഇതിൻ്റെ അകത്ത് മൈസെൽഫാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ അകത്ത് മൈസെൽഫ് ആയതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് റിവീൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ടൈപ്പിങ്സ് ഒന്നും കാണിച്ചു തരുന്നില്ല തൽക്കാലത്തേക്ക്. നിങ്ങൾക്ക് സെലക്ട് ചെയ്തു, ഫോർമാറ്റിലേക്ക് പോയി നമ്മൾ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഫോർമാറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു, ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചു. സ്റ്റൈൽസ് സെലക്ട് ചെയ്യുന്നുണ്ട്. തൊട്ട് താഴെ സ്റ്റൈൽസ് ഉണ്ട്. സ്റ്റൈൽസിൽ നിന്ന് നമ്മൾ എഡിറ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കാൻ പോവാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ഫോണ്ടാണ് എടുക്കുന്നത്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ താഴെ നമ്മൾ നെയിം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട സ്റ്റൈൽ നമ്മൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാണ്.
അപ്പോൾ ഇത് ഇൻഷിലാണ് നെയിമിൻ്റെ. അപ്പോൾ ഇത് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇതാണ് ഇപ്പോൾ കിടക്കുന്ന ഫോണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഈ ആരോ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൽ നിന്ന് ഇഷ്ടമുള്ള സ്റ്റൈല് ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റൈൽ ചൂസ് ചെയ്ത് നമ്മൾ സൈസ് കുറയ്ക്കാൻ പോവുകയാണ്. സൈസ് 44 ആണ് എടുക്കുന്നത്. നമുക്ക് വേണ്ട സൈസ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സൈസ് കുറച്ചപ്പോഴത്തേക്കും കണ്ടോ ഇതിങ്ങനെ കുറഞ്ഞു വന്നു. നമുക്ക് വേണ്ട സൈസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ 32 കൊടുത്തു. ഈ സ്റ്റൈലിൽ റെഗുലർ എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ആരോയിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങൾ. എന്നിട്ട് ബോൾഡും ഇറ്റാലിക്കും ചേർന്നുകൊണ്ട് നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൈറ്റിങ്സ് കുറച്ച് ഡാർക്കായി ഇറ്റാലിക് ചരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്. ഇനി നമ്മൾ തട്ട് താഴെയുള്ള ഓക്കെ കൊടുക്കുന്നു. നെയിം കാണിക്കാമെന്ന് പ്രതീക്ഷിച്ചു. ആരാണ് നിങ്ങൾക്ക് ഫോട്ടോ ഒന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഓക്കെ. ഞാൻ വെറുതെ രസത്തിന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ പിറകിൽ സ്റ്റൈൽസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് കൊടുക്കാം. അതിന് വേണ്ടി ഈ ടൂൾസിൻ്റെ സൈഡിൽ നിന്ന് ആ ബ്ലൂ കളർ ബോക്സ്, അതായത് മാസ്റ്റർ സ്ലൈഡ് എന്നാണ് നമ്മൾ പറയുന്നത്. മാസ്റ്റർ സ്ലൈഡ് അതല്ല, അതിൻ്റെ തൊട്ട് താഴെ ആയിട്ടുള്ളത്, അതിന് താഴെ മാസ്റ്റർ സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഞാൻ കുറച്ച് ചുരുക്കി വെച്ചിരിക്കുന്ന ഒന്നാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഞാനൊന്ന് നീട്ടിയിട്ട് കാണിച്ചു തരാം. ഇതാണ് മാസ്റ്റർ സ്ലൈഡ്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ലൈഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെ വരും. നമുക്കത് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റും. ഞാൻ സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ ലെങ്ത് കൂടും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ട്രാൻസിഷനാണ് കൊടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ സെറ്റിങ്സിൽ രണ്ടാമത് കിടക്കുന്ന ഈ സർക്കിളാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, അതാണ് സ്ലൈഡ് ട്രാൻസിഷൻ. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ മൗസിൻ്റെ പോയിന്റ് ഇതുകൊണ്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇതൊക്കെ എഴുതി കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നിങ്ങൾക്ക് വേണ്ടതെടുക്കാം. വീലുണ്ട്, അങ്ങനെ പലതും നമുക്ക് ഇതിലുണ്ട്. കണ്ടോ, നമുക്കിങ്ങനെ പലതും വെച്ച് കൊടുക്കാൻ പറ്റും ഇതിൽ. ഇതിങ്ങനത്തെയാണ്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ കമ്പ്യൂട്ടറിന് എന്തോ പറ്റിയെന്നൊക്കെ നമുക്ക് വിചാരിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ് അല്ലേ. പല രീതിയിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ സെലക്ട് ചെയ്ത് കാണിക്കാം. ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള നമ്മൾ സർക്കിൾസ് ആണ്, അതായത് ഇതൊക്കെ വരും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ സൗണ്ട്സ് കൊടുക്കാം. ഈ നൗ സൗണ്ട് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ആരോസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇഷ്ടം പോലെ സൗണ്ട് ഉണ്ട്, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓ, വല്ലാത്ത സൗണ്ടായി. ഇപ്പോൾ ഞാൻ അല്പം സൗണ്ട് എൻ്റെ മുകളിൽ കുറയ്ക്കാൻ പോവാണ്. ഏകദേശം നടുക്കാക്കാം. ഓക്കെ, എത്ര മതി. ഇഷ്ടപ്പെട്ട ഒരു സൗണ്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സെലക്ട് ചെയ്തിട്ടുള്ള സൗണ്ട് ഇതാണ്, കോങ്കോ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട്. ഇങ്ങനെ നമ്മൾ ഈ മെത്തേഡിൽ നമുക്ക് എല്ലാ സ്ലൈഡ്സും കൊടുക്കാം. ടൈപ്പ് ചെയ്യാം, സ്ലൈഡിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, മ്യൂസിക് കൊടുക്കാം. ഇതൊക്കെ എല്ലാ സ്ലൈഡ്സിലും നമുക്ക് വേണ്ട അത്രയും സ്ലൈഡ്സിൽ കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കി സ്ലൈഡ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് സ്ലൈഡ് പ്ലേ ചെയ്ത് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഈ ലേ ഔട്ടിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് ഈ രണ്ടാമത്തെ സ്ലൈഡാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മൗസ് കീബോർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വരും. നമ്മുടെ സ്റ്റൈൽ നമുക്ക് പിന്നെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ അതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് സ്റ്റൈൽ മാറ്റാൻ എന്ത് ചെയ്യാം, നമ്മൾ ഫോർമാറ്റിൽ പോവുക, സ്റ്റൈലൊക്കെ എടുത്ത് റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പേര് നമ്മൾ ഇതിൻ്റെ ഈ സ്റ്റൈൽ മാറ്റാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടി നമ്മളിത് സെലക്ട് ചെയ്യണം. ഇങ്ങനെ സെലക്ട് ചെയ്യും, നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന പോലെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ഓക്കെ സെലക്ട് ആയി കഴിഞ്ഞു. ഇനി ഫോർമാറ്റ് എടുക്കുന്നു. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം ഈ വീഡിയോയിലൂടെ. സ്റ്റൈൽ എടുക്കുന്നു, സ്റ്റൈൽസ്, അതിൽ നിന്ന് എഡിറ്റ് സ്റ്റൈൽ നമ്മൾ സെലക്ട് ചെയ്യാണ് വേണ്ടത്. സ്റ്റൈൽസ്, എഡിറ്റ് സ്റ്റൈൽ, അതിൽ നിന്ന് നിങ്ങൾ ഫോണ്ടാണ് ഇപ്പോഴും കിടക്കുന്നത്. കണ്ടോ, സെലക്ട് ആയിരിക്കുന്ന ഫോണ്ടാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഫാമിലി വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് ഫാമിലിൻ്റെ അവിടെ നിങ്ങൾക്ക് വേണ്ട സ്റ്റൈൽ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ സ്റ്റൈലെല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ കൊടുത്തിട്ടുള്ള സ്റ്റൈൽ ഇതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ സൈസ് കുറയ്ക്കാം, കൂട്ടാം. അതുപോലെ ബോൾഡ് ഇറ്റാലിക്ക് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഓക്കെ, അതവിടെ തന്നെ കിടക്കട്ടെ, അത് നമ്മളൊന്നും ചെയ്യുന്നില്ല. മലയാളമാണ് കിടന്നത്, അവിടെ കിടക്കട്ടെ. നമ്മൾ ഇനി ഇത് ഓക്കെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ
ഓക്കെ കൊടുക്കുന്നു. കണ്ടോ, ഇത് കണക്ക് നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ എല്ലാ സ്ലൈഡ്സിലും നേരത്തെ ബോക്സ് പോലത്തെ ഫോണിലാണ് കിടന്നത്. അപ്പോൾ ഞാനിനി അതുകൊണ്ട് ഈ കാണിച്ച കണക്ക് ഞാൻ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എല്ലാ സ്ലൈഡ്സിലും പഴയ കണക്കായിട്ടുണ്ടാവും നമ്മൾ ഒരൊറ്റ രീതിയിൽ കൂടെ ചെയ്തത് കൊണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടോ, നമ്മളെ എല്ലാ സ്ലൈഡ്സും മാറിയിട്ടുണ്ട്. നമ്മളിതിനെ ഇനി ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് നടുക്കോട്ട് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്ത് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതെല്ലാം ചെയ്ത് സ്ലൈഡ്സിന് ബാക്ക്ഗ്രൗണ്ടും കൊടുത്ത് ട്രാൻസിഷനും കൊടുക്കേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ട്രാൻസിഷൻ ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനും സൗണ്ട് കൊടുക്കാനും പറഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ട് എൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഞാൻ പ്രസൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇത് സ്ലൈഡ് സോർട്ടറാണ്. സ്ലൈഡ് സോർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിത് പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ നീക്കിക്കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതണക്ക് ഇതണക്ക് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതണക്കൊക്കെ സ്ലൈഡ് സോർട്ടർ ചെയ്തിട്ട് സാധാരണ ഇത് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്ക് ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യണം നമ്മൾ. ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുന്നു, ഇമേജസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെയാണ് എൻ്റെ ഇമേജസ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇഷ്ടമുള്ളൊരു ഇമേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുന്നു, ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാനിതിൽ പിങ്ക് സ്പ്രിംഗ് ഫ്ലവർ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഇത് നമുക്ക് ക്രോപ്പ് ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ബ്ലൂ കളർ സംഭവത്തിൽ അതിൻ്റെ എഡ്ജസിൽ അത് ക്രോപ്പ് ചെയ്യുന്നു. ഇതിനു വേണ്ടി നമ്മൾ സൈഡിൽ ആപ്ലിക്കേഷനിൽ നിന്ന് ഗാലറി എടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റി ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് സ്കൂളിൻ്റെ പേരായിട്ട് ഇതിൽ നമുക്ക് വേണ്ട ഫോട്ടോസ് എടുക്കാം. ഇതിന് സ്ക്രോൾ ചെയ്ത് നമുക്ക് എടുക്കാം. ബുക്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ബുക്കാണ് വേണമെങ്കിൽ അതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ KVൻ്റെ എഴുതിയിരിക്കുന്ന സ്ഥലത്തേക്ക്. ഓക്കെ, അത് ഫിഗർ വരുന്നുണ്ട്. ആ സർക്കിളാണ് നമുക്ക് വരുന്നത്. അത് കൊണ്ടുവന്ന് അവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ സംഭവം ഈ ടാബ് നമ്മൾ ഇൻറ്റു ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം നമ്മൾ. ഇനി ഈ ഇതിനെ ഓക്കെ മതിയാക്കാം. ഡ്രാഗ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്ലൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. ഇതുപോലെ പ്രിപ്പയർ ചെയ്ത വേറൊരു സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിത് സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ, ഈ ആരോ ഉണ്ടെന്ന് നമ്മൾ ഫയലിൽ കൊടുക്കുന്നു. ഫയൽ ചെയ്തിട്ട് നമ്മളിതിൽ സേവ് അസ് അല്ലെങ്കിൽ സേവ് കൊടുക്കാം. പിന്നെ താഴെ നമ്മൾ സേവ് ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ടൈറ്റിൽ ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കീബോർഡിൽ ബാക്ക് സ്പേസ് ക്ലിക്ക് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് സേവ് ചെയ്തെടുക്കാം. ഓക്കെ, ടൈറ്റിൽ എടുത്തു. ഇനി ഡെസ്ക് ടോപ്പ് നമ്മൾ ഈ സൈഡിൽ നിന്ന് എടുക്കുന്നു. ഇനി നമ്മൾ സേവ് കൊടുത്താൽ മതി. നമ്മുടെ പ്രസൻറ്റേഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ക്ലോസ് കൊടുക്കുന്നു. ക്ലോസ് ചെയ്യേണ്ടത് കണ്ട ഇവിടെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ ക്ലോസ് കൊടുക്കുന്നു. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ മൈസെൽഫ് ഇതാ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ അവിടെ നിർത്താൽ മതി. ഇതുപോലെ ഞാൻ പ്രിപ്പയർ ചെയ്ത 2 പ്രസൻറ്റേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ചെയ്ത ഒരു പ്രസൻറ്റേഷൻ. നമ്മൾ അതിനു വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് സ്ലൈഡ് നെക്സ്റ്റ് താങ്ക് യു. ഇനി എൻ്റെ സെക്കൻഡ് പ്രസൻറ്റേഷൻ ഇതാണ്. COVID-19 ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ പ്ലേ ചെയ്ത് തരാം. ഓക്കെ, ഞാൻ ഈ സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് സോറി, ഒരു ഇടയ്ക്കൊരു നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും നേരത്തെ തീർത്തിട്ടുണ്ട്.
ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എൻ്റെ ഇനിയും കൂടുതൽ വീഡിയോസ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. അതുമാത്രമല്ല എൻ്റെ ചാനലിനെ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും ഇതിൽ നിന്ന് ലഭിക്കും. 9th-നും 10th-നും വേണ്ടിയിട്ടുള്ള ബയോളജി കെമിസ്ട്രി ക്ലാസ്